അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അമ്മയിൽ അംഗത്വം കിട്ടത്തുള്ളൂ എന്ന് ഏതോ ഒരു നടി പറഞ്ഞേക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അമ്മയിൽ അംഗത്വം കിട്ടിയവരെല്ലാം അങ്ങനെ ആണോ? അപ്പൊ ഇത് വരുമ്പം ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി വേണമായിരുന്നു ഒരു റിപ്പോർട്ട് പുറത്തേക്ക് എത്താൻ. ഇപ്പൊ ഇവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ടോയ്ലറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രി എടുക്കുക, ഒരു ദിവസം എൻ്റെ അറിവിൽ ഒരു 50,000-ത്തിന് 1,00,000-ത്തിലധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്ര ഇതുണ്ട്, ടോയ്ലറ്റുകളുണ്ട്. നീതി എന്ന് പറയുന്നത് വലിപ്പച്ചെറുപ്പം നോക്കിയല്ല, എല്ലാവർക്കും കിട്ടണം. ഇപ്പം സിനിമയിലെ നായിക നടിക്ക് മാത്രമല്ല, ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും കിട്ടണം. പക്ഷേ രസം എന്ന് പറഞ്ഞാൽ WCC ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് കണ്ടിട്ടില്ല. അവരെപ്പോഴും സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാണ്. ഇപ്പം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ മുൻപ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് പറയുന്നത് ബിഗ് ബോസിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കുറിച്ച് വരുന്നോട് പറഞ്ഞു. പിന്നെ അതിനെ ഇടപെട്ടിയത് വളച്ചൊടിച്ച് വേറൊരു വിധത്തിലാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ബഹളം വെച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞു? അപ്പോൾ വലിയൊരു ശബ്ദം ഉയർന്നു വന്നിട്ടല്ലേ. കേരള മുഖ്യമന്ത്രി സാധാരണ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും മറ്റുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോഴും മിണ്ടാതിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ വന്നപ്പോഴും പലപ്പോഴും മിണ്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു വിഷയം ജനങ്ങൾ, അതായത് ഇവിടുത്തെ ഒരു വരും തലമുറ അത് ഏറ്റെടുക്കുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ മറുപടി പറയാൻ വലിയ മാന്യത കാണിച്ചു. ഞാൻ അങ്ങനെ 1,00,000 രൂപയും കൊടുത്തു. അപ്പൊ ചെന്നൈയിൽ ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയറെ നിലനിർത്തുകയാണ്, ഐക്കൺ പ്ലെയർ ആയിട്ട് അവർ തന്നെ ടീം ഒരു എമൗണ്ട് കൊടുത്ത്. അതൊക്കെ നമ്മൾ നിലനിർത്തിയേക്കുന്ന ഐക്കൺ പ്ലെയർ എന്ന് പറയുന്നത് ബേസിൽ തമ്പിയാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ പറഞ്ഞു, ധോണിനെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ടീമിൽ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇവിടെയും കൂടെ ഒരു സപ്പോർട്ട് തരണം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്ന് നമ്മൾ കുറച്ച് കായിക വിശേഷങ്ങളൊക്കെയാണ്, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പെട്ടെന്ന് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രിക്കറ്റും പിന്നെ ഫുട്ബോളും തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും പുതിയ ക്രിക്കറ്റിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ അറിയാൻ പോകുന്നത്. അതെന്താണ് ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്? അതിന്റെ 2 ആൾക്കാരാണ് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാനായിട്ടുള്ള അഖിൽ മാരാറും സുഭാഷും. എന്താണ് ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്? ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയുന്നില്ല, ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തരൂ. പറയൂ അഖിൽ. അഖിൽ എങ്ങനെ ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലേക്ക് വന്നു? ഞാൻ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ആണോ എന്ന് ചോദിക്കേണ്ടി വരും. ആക്ച്വലി അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ കേരളത്തിൽ സച്ചിനും ധോണിയും ഒക്കെ ആയി നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. അവരെ നമ്മൾ ഉദ്ദേശിച്ച താല്പര്യത്തേക്ക് എത്താൻ കഴിയാതെ പോയത് റെക്കോർഡിക്കലായിട്ടുള്ള മാച്ചുകളോ അവരുടെ പ്രകടനങ്ങൾ ലൈവായിട്ട് വലിയ ആൾക്കാർ കാണാത്തതൊക്കെ കൊണ്ടാണ്. അപ്പോഴാണ് BCCയുടെ ഭാഗത്തു നിന്ന് IPL വന്നതിന് ശേഷം, IPL വന്നപ്പോഴാണ് ഇപ്പം ഇന്ത്യൻ ടീം, നമുക്ക് പണ്ട് ഇന്ത്യൻ ടീമിലെ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ IPL വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ ടീമിലേക്ക് കയറാനുള്ള ഒരു വലിയ സാധ്യത IPL തുറന്നു കൊടുക്കും. ഇനിയിപ്പോൾ എല്ലാവരുടെ ആഗ്രഹം എങ്ങനെ IPL കളിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് BCCI എല്ലാ സംസ്ഥാനങ്ങളിലും വെക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് പ്രീമിയർ ലീഗും അല്ലെങ്കിൽ പഞ്ചാബിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലേക്ക് ഈ പരിപാടി വരുന്നത്. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലുള്ള പ്രമുഖ കമ്പനികളിലൊക്കെ തന്നെ ഇതിനകത്ത് അവരെ സമീപിക്കുകയും അപ്പോൾ എല്ലാവരും ഒരുപാട് താല്പര്യം കാണിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മുംബൈയിൽ, ഞാൻ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിൽക്കുന്ന സമയത്താണ് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് ബേസിൽ തമ്പി, നമ്മുടെ IPL കളിച്ച മലയാളത്തിന്റെ അഭിമാനം, അപ്പം ബേസിലും ഞങ്ങളോട് ഇങ്ങനൊരു കാര്യം പറയുന്നതും സുഭാഷ് ഏട്ടൻ അതിനകത്ത്, കാരണം പുള്ളി UK ബിസിനസിന്റെ എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഈ ക്രിക്കറ്റും പരിപാടിയായിട്ട് ഫുൾ ടൈം നടക്കുന്നതാണ്. ഞാൻ തന്നെ തമാശയ്ക്ക് പലപ്പോഴും ചോദിക്കുകയും ചെയ്യുന്നു, അത് വിളിച്ചാൽ പോകുന്നതിൽ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം പുള്ളി അതിനകത്തുള്ള മറ്റ് ഫിനാൻഷ്യൽ നേട്ടങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള വരീഡ് ആവാൻ നിന്നില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ, മറ്റു കാര്യങ്ങൾ നോക്കി നടത്താൻ നിങ്ങൾ, കാരണം പുള്ളിക്ക് സമയമില്ല. അപ്പൊ നമ്മളൊരു ഉറപ്പ് കൊടുക്കുന്നു, നമ്മളൊക്കെ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നു, പുള്ളി അതിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വരുന്നത്. അപ്പൊ കൊച്ചി ടീം എന്റെ ഓണറാണ് സുഭാഷ് ഏട്ടൻ. മറ്റു വിശേഷങ്ങളൊക്കെ ഇതാണ് തുടക്കം. ഓക്കെ, തുടങ്ങി തോന്നുന്നു. അഖിൽ തുടങ്ങി തോന്നുന്നു. ബാക്കി സുഭാഷ് പറയൂ. അല്ല, പുള്ളി മൊത്തം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഈ പറഞ്ഞ പോലെ അന്ന് ബോംബെയിൽ MS ധോണിയുടെ ഒരു ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു ആഡ് ഷൂട്ട് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊരു സർപ്രൈസ് പ്രോഡക്റ്റ് ആണ്. അത് ഉടനെ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ബേസിൽ തമ്പി UK റിലയൻസിന് വേണ്ടി, മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അവിടെ കളിക്കാൻ വന്ന സമയത്ത് പരിചയപ്പെട്ടാണ്. അപ്പം ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ് ബേസിൽ തമ്പി എന്ന് പറയുന്നത്. പുള്ളി IPL കളിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. എങ്കിലും എല്ലാവരുമായിട്ടും വളരെ കൂളായിട്ട് ഇടപെടുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ച് നാളായിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ മീറ്റ് ചെയ്യും, ഇടയ്ക്ക് അവിടെ വരും. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ശനിയാഴ്ച സാറ്റർഡേ ലീഗ്സ് ഉണ്ട്.
സാറ്റർഡേ വീക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൺഡേ ടു ഫ്രൈഡേ സ്ട്രെസ് എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം Saturday പോയിട്ട്, ഒന്ന് yes. പോയി റിലീസ് കളിക്കുക. ചെയ്യുന്ന day. അതെ, Yeah. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് അതിനോട് വലിയൊരു താല്പര്യം വന്നു. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് വന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഭയങ്കര താല്പര്യമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് MS ധോണിനെ ആക്ച്വലി നമ്മൾ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഇന്ത്യയിൽ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഒരു 2 ഇയേഴ്സ് ആയി ഇപ്പോൾ ആയിട്ട് വന്നു. അപ്പോൾ പുള്ളിയെ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്യുകയും പുള്ളിയായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുകയും അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഷൂട്ടിനും അല്ലാതെയൊക്കെ മീറ്റ് ചെയ്ത് ഡിസ്കഷനൊക്കെ വന്നപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കളിയാണ് കളിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടോ ഇത്രയും വലിയ ആൾക്കാരിൽ നിന്ന് അറിയാൻ എന്താണ് ടിപ്സ് കിട്ടാനൊക്കെ. അങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് ബേസിക്കലി ഏത് ലെവൽ ഗെയിം ആണെങ്കിലും ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇതിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈവൻ ദോ യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും ഈ KCLന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ പോയി എടുത്തു. ഓക്കെ, അങ്ങനെയാണ് കേരള ക്രിക്കറ്റ് ലീഗ് വന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ നമ്മളൊരു ടീം എടുക്കുന്നത്. അതെ, ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് കേരള ക്രിക്കറ്റ് ലീഗിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ അഖിൽ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അതിന് ഏജ് ബാരിയർ ഒക്കെ ഉണ്ടോ? 18+ ആണെന്നോ അങ്ങനെ ഉണ്ടോ? ഇത് KCL അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്ലേയേഴ്സിന് മാത്രമേ കളിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഏജ് ബാരിയർ അല്ല, നമ്മൾ BCCIയുടെ കീഴിൽ തന്നെ വരുന്നതാണ് KCA എന്ന് പറയുന്നത്. രഞ്ജി കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ രഞ്ജിക്ക് വേണ്ടി സെലക്ട് ചെയ്യാനുള്ള KCA അപ്രൂവ്ഡ് പ്ലേയേഴ്സിന് മാത്രം കളിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ക്രിക്കറ്റ് ആണത്. ബേസിക്കലി IPL തന്നെ, IPL ഓൾ ഇന്ത്യ, ഇത് കേരള സ്റ്റേറ്റ് വൈസ്. ഓക്കെ, അപ്പൊ അതിൽ ഓൾറെഡി ടാലന്റ് പ്രൂവ് ചെയ്തിട്ടുള്ള അതിൽ വന്നിട്ടുള്ള മെമ്പേഴ്സിന് മാത്രമാണ് നമ്മുടെ ഇതിനകത്തേക്ക് വരാൻ പറ്റുന്നത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ലീഗ് എല്ലാ ഡിസ്ട്രിക്റ്റിലും അക്കാഡമികളുണ്ടല്ലോ, ക്രിക്കറ്റ് അക്കാഡമികൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിനും അസോസിയേഷൻസ് ഉണ്ട്. അതെ, അപ്പോൾ അവിടെ സ്കൂൾസ് കളിക്കുന്ന കുട്ടികളുണ്ട്, സ്റ്റേറ്റ് ലെവൽ കളിക്കുന്ന കുട്ടികളുണ്ട്. അതെ, രഞ്ജിയിലേക്ക് സെലക്ഷൻ ആയിട്ട് ഇപ്പോൾ രഞ്ജി എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ ഏറ്റവും ഒരു പ്രീമിയർ മാച്ച് എന്ന് പറയാം. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരുപാട് പ്രൊഫഷണൽ മാച്ചസ് ഉണ്ട്. ഇപ്പം A ഡിവിഷൻ ലീഗ്, B ഡിവിഷൻ ലീഗ് എന്ന് പറഞ്ഞ ഡിവിഷൻ ലീഗുകളുണ്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും ഇതിൽ നിന്ന് ഈ ലേലം വിളിച്ച് നമ്മൾ എടുക്കുകയാണ്. ആക്ച്വലി നമ്മൾ IPL പോലെ തന്നെ, IPL ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ തന്നെയാണ് ആക്ച്വലി ഈ ലേലം ഓപ്ഷൻ പരിപാടികളും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത്. മത്സരങ്ങളും സ്റ്റാർ സ്പോർട്സിൽ തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് സെയിം പ്രോസസ്. IPL നമ്മളിരുന്ന് ഓരോ കുട്ടികൾക്ക് നമ്മൾ അവരുടെ ഇന്നലകളിലുള്ള അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു വില ഇട്ടിട്ടുണ്ട്, ഒരു അടിസ്ഥാന വില. മനസ്സിലായി. 50,000 രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ തുടങ്ങിയ അടിസ്ഥാന വില ഓരോരുത്തർക്ക് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ടീമുകൾ തമ്മിൽ ലേലം വിളി വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റ് പ്ലെയറെ നമ്മൾ ലേലം വിളിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചെന്നൈയിൽ ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയറെ നിലനിർത്തുകയാണ്, ഐക്കൺ പ്ലെയർ ആയിട്ട് അവർ തന്നെ ടീം ഒരു എമൗണ്ട് കൊടുത്ത്. അതാണ് നമ്മൾ നിലനിർത്തിയേക്കുന്ന ഐക്കൺ പ്ലെയർ എന്ന് പറയുന്നത് ബേസിൽ തമ്പിയാണ്. ബേസിലാണ് നമ്മുടെ ക്യാപ്റ്റൻ. അതാണ് ഓരോ ജില്ലയ്ക്കും അങ്ങനെ ഒരു ഐക്കൺ പ്ലെയേഴ്സിനെ മറ്റുള്ളവരെ നമ്മൾ ലേലം വിളിച്ചെടുക്കുകയാണ്. ഇതിപ്പോ കേരളത്തിൽ ഇപ്പം ഓരോ ജില്ല എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓരോ ജില്ലയ്ക്ക് ഒരു ടീം അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ 2-3 ജില്ലകൾ ചിലപ്പോൾ ഒരു ടീമിനകത്തേക്ക് വരാം, അങ്ങനെയല്ലേ? ഇവര് ബേസിക്കലി ഇപ്പൊ 6 ടീമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ സ്റ്റേറ്റിനും 6 ടീം എന്നാണോ? അല്ലല്ല, ഇതിപ്പോ കേരളത്തിന്റെ മാത്രം ഇപ്പൊ സെറ്റ് ആയി. ഓരോ സ്റ്റേറ്റിലും അവരവരെ തീരുമാനമാണോ? തമിഴ്നാട്ടിൽ എത്രയാന്ന് എനിക്കറിയില്ല, എങ്കിലും കേരളത്തിൽ ഇപ്പം 6 ഓക്കെ. അപ്പൊ ഈ ബിഡ് ചെയ്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാം. പിന്നെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ പ്ലേയേഴ്സ് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനും അഖിലും ഒക്കെ കളിച്ചു. തോറ്റാലും വേണ്ടില്ല. അപ്പൊ മുതലാളിമാർക്ക് അത്ര പെട്ടെന്ന് ഒന്ന് ഇടിച്ചു കയറി അതിനകത്ത് നിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അവരെറിഞ്ഞ് കൊല്ലും. ഞങ്ങള് KCLനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രണ്ട്ലി എങ്കിലും വെച്ച് തരണം. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ഒക്കെ നടന്ന സമയത്തൊക്കെ ചുമ്മാ ഓടിക്കേറി. പക്ഷെ നമുക്ക് C3 ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിഖിലൊക്കെ അല്ലേ, അതെ, C3 ഒക്കെ അവരൊക്കെ ആയിട്ടൊരു മാച്ച് വെക്കാം. അതെ, ഫ്രണ്ട്ലി മാച്ച് വെച്ചാൽ മതി, അതല്ലേ നിങ്ങൾക്കും അവർക്കും ഒക്കെ സേഫ്. അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിപ്പോ കൊച്ചി ടൈഗേഴ്സ്, ബ്ലൂ ടൈഗേഴ്സ് ഇത് റെഡിയായി നിൽക്കുകയാണ്. അതേപോലെ കേരളത്തിലെ ബാക്കി 5 ടീമുകളും എല്ലാം റെഡി ആയോ? എല്ലാം അനൗൺസ് എല്ലാരും തുടങ്ങി, എല്ലാരും വലിയ രീതിയിൽ. പിന്നെ ഇത് കുറച്ച് വൈകി പോയല്ലേ ഇത് കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് പെട്ടെന്നൊരു ബൂമിംഗ് ആയിട്ട് എത്താൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് വയനാടിന്റെ ഇഷ്യൂസ് എല്ലാം ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു ഭാഗത്ത് നമ്മുടെ നാടൊരു വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ കൊണ്ടിറങ്ങുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് കുറെ ഓണേഴ്സിന് അവിടെ ഒരു കുറച്ച് ഇത് വന്നു. പിന്നെ കുറച്ച് പേര് പ്രൊമോഷൻ ചെയ്യായിരുന്ന പൈസകൾ ഇവൻ നമ്മുടെ ടീം ഉൾപ്പെടെ വയനാടിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് ഇച്ചിരി വൈകി എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും വിചാരിക്കണം നമ്മളിന്ന് തുടങ്ങാനായിട്ട്. ഓക്കെ, ഇപ്പൊ വയനാട് പറഞ്ഞു സുഭാഷ് എന്ത് പറയാ? ഞാൻ പറയാം, ലാലേട്ടനാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. പിന്നെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസിലായതുകൊണ്ടാണ് ഈ വർഷം ഇപ്പം എങ്കിലും എന്താണ് നല്ല പ്രൊമോഷൻസ് അവരിപ്പോ വരുന്നുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഇയർ തൊട്ട് ഇത് വേറെ ലെവലില് വരുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഇതിനകത്ത് ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ള കാര്യം തീരുമാനമായി. ഇതിനകത്ത് കളിക്കാനുള്ള ടീമും കാര്യങ്ങളും അതും എല്ലാം ഫുൾ സെറ്റായി.
ഇതിന്റെ ഓപ്ഷനാണ് ഒരാഴ്ച മുമ്പ് പത്താം തീയതി, ഓഗസ്റ്റ് 10-നാണ്. ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 നമ്മളെ പറഞ്ഞില്ലേ അന്ന് ഭയങ്കര ഇഷ്യൂസ് ഇവിടെ കേരളത്തിൽ നടക്കുമ്പോൾ അത് പിന്നെ എനിക്ക് തോന്നുന്നു ആരും ബോധപൂർവ്വം അതിനെ വലിയ രീതിയിൽ ഒന്ന് മാർക്കറ്റ് ചെയ്യാതിരുന്നെങ്കിൽ വിട്ടാൽ അതെ, കാരണം അന്ന് ഓപ്ഷൻ നടത്തിയില്ല, പിന്നെ ഇത് നടക്കാതെ വരും ഈ വർഷത്തെ. ഇത് അതിന് ഇൻസിഡന്റിന് മുമ്പ് മനസ്സിലായി. ഓൾറെഡി നമ്മൾ വലിയ പൈസ ഇതിലേക്ക് പലരും ഇട്ട് കഴിഞ്ഞു. ഇപ്പം കൊച്ചി ടീമിനെ നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന എമൗണ്ട് 2.5 കോടി രൂപയാണ്. ഈ 2.5 കോടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ബിഡ് റേറ്റ് 2.5 കോടി എന്ന് പറയുന്നത്, പിന്നെ അതിന്റെ വാറ്റും എല്ലാം കൂടെ വരുമ്പോൾ 3 കോടി. അതെ, പിന്നെ ഒരു 1.5 കോടി ഈ ടീമിനെ നമ്മൾ ഹയർ ചെയ്യാനും അതിന്റെ സപ്പോർട്ട് സ്റ്റാഫും പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം, പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഫീസിന്റെ ബാങ്ക് ഗ്യാരണ്ടി എല്ലാം കൂടെ വരുമ്പോഴത്തെ ഒരു 7 കോടി അടുത്ത് ഒരു ടീമിന് ചെലവുണ്ട്. അപ്പൊ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പൊ ഈ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒരിക്കലും റിട്ടേൺ ഇല്ല ഈ വർഷം. നമുക്ക് ഒരിക്കലും ഒരു കമ്പനിയിൽ പോയിട്ട് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ നമുക്ക് സ്പോൺസേഴ്സിനെയും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ ബേസിക്കലി എല്ലാ ഫ്രാഞ്ചൈസീസും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് ഇയർ തൊട്ട് മേക്കപ്പ് ചെയ്യും. പിന്നെ എല്ലാവരും ഈ കളിയോടുള്ള ഒരു ആഗ്രഹം കൊണ്ടും പാഷൻ കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി കിട്ടും. തീർച്ചയായിട്ടും. എന്നത്തേക്കായിരിക്കും ഇതിന്റെ ഫസ്റ്റ് മാച്ചും കാര്യങ്ങളൊക്കെ? ഇതെല്ലാ മാച്ചസും ഈ വർഷം ട്രിവാൻഡ്രത്താണ്, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 2-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെയാണ്. ഏത് 2 സെപ്റ്റംബർ തുടങ്ങി? അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നിന്ന് വൈകിപ്പോയി ഇത് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിന്റെ നമ്മളിതിപ്പോ ഇത് ചെയ്യുന്നത് ഇതൊരു ഭയങ്കര വലിയൊരു ഇനിഷ്യേഷനാണ്. ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പം പണ്ടൊക്കെ നമ്മളൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ വഴക്ക് പറയും. കാര്യം നമുക്ക് ആർക്കും ക്രിക്കറ്റ് കളിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലില്ല. ഇന്ന് ഒരു കുട്ടിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന സാധ്യതകളാണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. കാരണം നമ്മളെ ടീമിലേക്ക് വിളിക്കുമ്പോൾ തന്നെ അവർ ഇൻകമായി. പിന്നെ ഇവർക്ക് ഇവർക്ക് കേരളത്തിലെ പരസ്യങ്ങളുടെ ഭാഗമാകാൻ പറ്റും പതിയെ പതിയെ. അതായത് നമ്മുടെ വരും തലമുറയെ സംബന്ധിച്ച് അവന്റെ ഇഷ്ടമുള്ള സർഗാത്മകമായിട്ട് അവന്റെ കഴിവുകൾ എല്ലാവരും പഠിച്ച് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. പല സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ അതിന്റെ ഒരു വലിയ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പം കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതല്ല, വരും തലമുറയ്ക്കും കേരളത്തിലെ കുട്ടികൾക്കും വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിന്നൊരു കുട്ടിക്ക് ഇന്ത്യ കളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന്റെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അഖിലിന്റെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട്? അല്ല, ഞാനും ബേസിക്കലി നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ടീമിന്റെ ഭാഗമായിട്ട് ഇതിനെ മാക്സിമം എന്നാൽ കഴിയാവുന്ന ഒരു പ്രൊമോഷനും കാര്യങ്ങളും സാധ്യതകളെ പരമാവധി യൂസ് ചെയ്യുക. കാരണം ഇവർക്ക് അധികം ഒരു ആൾക്കാരില്ല. സുഭാഷ് ചേട്ടൻ പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് തിരക്കുള്ള ആളാണ് ഇരിക്കുന്നെങ്കിലും ഇപ്പം ഒരുപാട് സിനിമ ഇൻഡസ്ട്രിയിലേക്കും ഇവരുടെ എൻട്രി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പം ക്രിക്കറ്റിനെ സംബന്ധിച്ച് കളിക്കാർ ബേസിന് കളിയുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഇവരുടെ കമ്പനിയിലുള്ള കുറച്ച് പേർക്ക് അവർക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് കൊല്ലത്തുകാരനായ ഞാൻ കൊച്ചിക്കൊപ്പം നിൽക്കേണ്ടി വന്നതിന്റെ ഒരു കാര്യവും. കൊല്ലത്തെ ടീമിന്റെ ഓണേഴ്സ് നമ്മളെ വളരെ വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ നമ്മളാണ് തുടക്കമിട്ടത്. ഈ ചേട്ടാ ഇങ്ങനെ തുടക്കം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് നമ്മളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രൊമോട്ടർ എന്ന നിലയിൽ മാക്സിമം കൂടെ സപ്പോർട്ടിനുണ്ട്. പിന്നെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ധോണിയാണ്. നമ്മളതിനകത്ത് അദ്ദേഹത്തെ കേരളത്തിലേക്ക് നമ്മളൊരു വലിയൊരു ഹ്യൂജ് ഫാനാണ്. അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുത്തിക്കുക എന്നൊരു പ്ലാൻ നമുക്കുണ്ട്. അതിൽ പറയണമെങ്കിൽ സുഭാഷ് ചേട്ടനെ ധൈര്യമായിട്ട് വിളിച്ച് പറയണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയ പരിപാടിയുണ്ട്, വലിയൊരു ആൾ വിഭാഗത്തേക്ക് വരണം. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വന്നത്. ഈ കാല് വാരരുന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇനീഷ്യലി ഒക്കെ നമുക്ക് ഒത്തിരി സപ്പോർട്ട് ആവശ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം MS ധോണി ബേസിക്കലി നമ്മുടെ കമ്പനിയുടെ സിംഗിൾ ID എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പം അദ്ദേഹമായിട്ട് ഞങ്ങൾ ടൈപ്പിൽ 1-2 പ്രോഡക്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പുതിയ പ്രോഡക്ട്സ്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഉടനെ ഞങ്ങളത് അനൗൺസ് ചെയ്യും. പക്ഷേ അദ്ദേഹം നമ്മുടെ ഒരു ഇവൻറ്റിന് എല്ലാ വർഷവും വരാമെന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് നടക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ അവരുമായിട്ട് എഗ്രി ചെയ്ത് മുംബൈയിലെല്ലാം നടത്തുന്ന ഒരു ഇവൻ്റാണ്. അത് കേരളത്തിലോട്ട് മാറ്റണമെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ടീം അത് അംഗീകരിക്കണം. പിന്നെ നമ്മുടെ തന്നെ UK ഡയറക്ടേഴ്സും നമ്മുടെ കൂടുതൽ ബിസിനസ്സും ബോംബെ ബേസ്ഡ് ആണ്, B2B ആണ്. ഞങ്ങൾ ഏകദേശം 600 ബാങ്കുകൾക്ക് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ലോയൽറ്റി കോപ്പറേറ്റീവ് ബാങ്ക്സും എല്ലാം വരും അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ സർവത്ര എന്ന് പറഞ്ഞൊരു കമ്പനി 600 ബാങ്കുകളുമായിട്ട് ലിങ്ക്ഡ് ആണ്. അവരുടെ എല്ലാ ലോയൽറ്റി പ്രോഗ്രാംസ് എല്ലാം നമ്മളാണ് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അത് കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ അതിനുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ള വലിയ രീതിയിൽ കാണിച്ചു കൊടുക്കണം. അപ്പൊ എന്റെയൊക്കെ ഒരു ആഗ്രഹമാണത് നടക്കണം എന്നുള്ളത്. പക്ഷെ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ കറക്റ്റ് ആയിട്ടാണ് അഖിലിനെ വന്ന് അഖിലിനെ തന്നെ അങ്ങ് പിടിച്ചിരിക്കണത്. ഇന്നിപ്പോ അഖിൽ എന്ന് പറയണത് എന്താ പറയാ, ഇന്നിപ്പോ എന്നല്ല, നമ്മുടെ ഇവിടെ ഭയങ്കര എല്ലാവർക്കും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ്. എന്തും ശരിയെന്ന് തനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്തൊരു കാര്യവും ആരെ മുമ്പിൽ നിൽക്കുന്ന ആരാന്ന് പേടിയില്ലാണ്ട് ആ ഒരു ധൈര്യമുണ്ട് അഖിലിന്. അപ്പൊ കറക്റ്റ് ആളിലൂടെ തന്നെയാണ് നിങ്ങൾ ഈ സംഭവം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഇപ്പൊ അറിയാം. അഖിൽ നോക്കിക്കോ, അവർ ഓഫർ ചെയ്തിരിക്കുന്ന പൈസയൊക്കെ കോടികൾ വീഴുമോന്ന് അപ്പൊ അറിയാം. അല്ല
നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് എവിടെ ചെയ്യും. എടുക്കും. പിന്നെ രണ്ട് പോകണില്ല. ഇപ്പൊ ഈ തുറന്നു പറച്ചിൽ യഥാർത്ഥത്തിൽ എല്ലാവരും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ FFKയുടെയും അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് പേര് എന്നെ വിളിച്ച് സംസാരിച്ചു. ഇപ്പം കുറച്ച് വലിയ ഇഷ്യൂസ് ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു പേടി എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വലിയൊരു വിഭാഗം ആൾക്കാർ എതിർക്കാനുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം പൊതുവെ കലാകാരന്മാർക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണ് അതെ. ഈ വിമർശനങ്ങളും കാര്യങ്ങളും. അവർക്ക് പെട്ടെന്ന് അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ പണ്ടോട്ടേ ഇങ്ങനെയൊക്കെ വന്നോണ്ട് ശീലമായി. പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പറ, ധൈര്യമായിട്ട് സംസാരിക്കുക. ആ. കാര്യം നമുക്കൊന്നും സംഭവിക്കത്തില്ല എന്നത്, നമ്മൾ എടുക്കുന്ന വിഷയം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അത് ഒരാൾ നശിച്ചു പോയാൽ ചിലപ്പം പിന്നീട് ആരും പറയില്ല. അപ്പം നമ്മൾ അഭിപ്രായം പറയുകയും വേണം, നമ്മൾ മുന്നോട്ട് പോവുകയും വേണം. സമൂഹം നമ്മളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. പിന്നെ എതിർപ്പുകളില്ല എന്നുണ്ടെങ്കിൽ ലോകത്തൊരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റില്ല. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും 60% പേര് എതിർപ്പാണ്, 40% പിന്തുണയുള്ളൂ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും 35% പേരുടെ പിന്തുണയും 65% പേര് എതിർപ്പുമാണ്. ലോകം എങ്ങനെ എടുത്താലും അത്രയേ ഉള്ളൂ. ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. നെഹ്റുവിന് കിട്ടിയ വോട്ട് 51% ഉള്ളൂ. ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, അന്ന് പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല. എന്നിട്ട് ഈ 49% പേര് ആരാണ് എതിർത്തത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പോഴും 49% എതിർപ്പെന്ന് ചിന്തിച്ചു. അപ്പൊ അത് കാര്യമില്ല, എതിർക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇപ്പം അഖിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന ഒരു വിഷയം നമ്മുടെ ഇവിടെ ഇത് ഉള്ളത് തന്നെ. എന്താണ് അഖിലിന്റെ ഒരു നിലപാട് ഈ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഇഷ്യൂം ഇതും? അഖിൽ എന്ന് പറഞ്ഞ് ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അഖിലിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാനിത് ഉന്നയിച്ചിട്ടുമുണ്ട്. ഞാനും എന്റേതായ രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വ്യക്തിവിരോധമായി മാറരുത്. അതായത് നമ്മൾ മലയാള സിനിമയ്ക്കെതിരെ അല്ല പറയുന്നത്. മലയാള സിനിമയിലെ ചില വ്യക്തികളിലൂടെ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇപ്പൊ ഇതൊരു കമ്മീഷന്റെ മുമ്പിൽ കുറച്ച് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ടോയ്ലറ്റിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രി എടുക്കുക. ഒരു ദിവസം എന്റെ അറിവിൽ ഒരു 50,000-നും 1,00,000-ത്തിലധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്ര ടോയ്ലറ്റുകളുണ്ട്? അതായത് ആ വരുന്ന ഒരു മെജോറിറ്റി ജനതയുടെ നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശതമാനക്കണക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ കുറവാണ്. അതേ കണക്ക് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള പല സ്ഥലങ്ങൾ എടുത്തു നോക്കും, അത് കുറവാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഒരു പക്ഷെ ഒരു 500 അതിൽ താഴെ ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ 2-3 ടോയ്ലറ്റ് സൗകര്യങ്ങളായിരിക്കും മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അതുമില്ല, അത് കൂടി. ഇന്നിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 6-7 വർഷക്കാലത്തിന്റെ സിനിമയെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഇന്നത്തെ നമ്മൾ 2024 ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് പറയുമ്പോൾ ഇത് ഓൾറെഡി പരിഹരിച്ച പ്രശ്നമാണ്. അപ്പൊ എന്ത് പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടേണ്ടത് അതറിയണമെങ്കിൽ എത്ര പേര് പരാതി കൊടുത്തിട്ടുണ്ട്, ഇതൊരു മെജോറിറ്റിയുടെ പരാതിയാണോ, അതോ ഇപ്പം WCCയുടെ ഭാഗത്തുനിന്ന് മാത്രം പോയേക്കുന്ന ഒരു പരാതിയാണോ? അപ്പൊ ഈ WCCയുടെ ഭാഗത്ത് മാത്രം പോയേക്കുന്ന പരാതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്നൊരു വലിയ സമൂഹത്തെ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ഒരുപാട് കുട്ടികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഒരുപാട് അമ്മമാര് മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ? ഇപ്പൊ ഇന്നലെ പറയുന്നത് കേട്ടു, അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അമ്മയിൽ അംഗത്വം കിട്ടത്തുള്ളൂ എന്ന് ഏതോ ഒരു നടി പറഞ്ഞേക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അമ്മയിൽ അംഗത്വം കിട്ടിയവരെല്ലാം അങ്ങനെ ആണോ? അപ്പൊ ഇത് വരുമ്പം ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി വേണമായിരുന്നു ഒരു റിപ്പോർട്ട് പുറത്തേക്ക് എത്താൻ. ഇതിപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്കും എല്ലാം ഒരു വലിയ രീതിയിൽ അപമാനമാവേണ്ട ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും സർവൈവ് ചെയ്യുന്നവർക്കും ഇതേ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിനകത്തൊരു പ്രശ്നം. അതേസമയം നീതി എന്ന് പറയുന്നത് വലിപ്പച്ചെറുപ്പം നോക്കിയല്ല, എല്ലാവർക്കും കിട്ടണം. ഇപ്പം സിനിമയിലെ നായിക നടിക്ക് മാത്രമല്ല, ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവർക്ക് മോശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും കിട്ടണം. പക്ഷെ രസം എന്ന് പറഞ്ഞാൽ WCC ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് കണ്ടിട്ടില്ല. അവരെപ്പോഴും സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാ, അവർക്ക് അവസരം പോയതിനെ കുറിച്ചും അവരുടെ വ്യക്തിപരമായ നഷ്ടങ്ങളെ കുറിച്ചും വർക്കില്ലെന്നും ഒക്കെ പറയുന്നത്. ഇപ്പൊ ഞാനൊരു വിവാദത്തിന് പറയല്ല, ചുമ്മാ അതൊരു ഡേറ്റ വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ, നമ്മുടെ മാറ്റർ അല്ല, എന്നാലും ചോദിച്ചുകൊണ്ടെന്ന് പറയാണ്. ഇപ്പം നമ്മുടെ പാർവതി ഒരു വിഷയം ഉന്നയിച്ചു, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വിഷയം പറയുന്നത് കേട്ടു. ആക്ച്വലി 2017 മുൻപ് പാർവതി എത്ര സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കും 2017 ഇപ്പുറം എത്ര സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്കും എടുത്തൊരു ഡേറ്റ വെച്ച് നോക്കിയാൽ ഇതേ ഡേറ്റ മലയാള സിനിമയിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ നമ്മൾ എടുക്കണം. ഒരുപാട് പുരുഷന്മാർക്ക് സിനിമയില്ലെന്നേ. കാര്യം നമ്മുടെ ഈ സിനിമ മാറി റിയലിസ്റ്റിക് സിനിമ ആയ സമയത്ത് ഈ നമ്മുടെ ഷൂട്ടിംഗ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഷൂട്ട് തുടങ്ങുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇന്നലകളിൽ ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ശതമാനം പുരുഷന്മാർക്കും അവസരം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സിനിമയിൽ സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ചില ചേഞ്ചസിന്റെ ഫലമായിട്ടുള്ള ഒരുപാട് പേർക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ബോധപൂർവമാണ്, അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നുമില്ല.
ഇപ്പം എനിക്കൊന്ന് മാലാ പാർവതി ചേച്ചി എത്രയോ സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെന്തെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്. സജിതാ മഠത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ അടുത്തിറങ്ങിയ പടത്തിലൊക്കെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത് ശരിയല്ല, അങ്ങനെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു 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 മേഖലയെക്കുറിച്ച്, ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുമ്പം വ്യക്തികൾക്കെതിരെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെങ്കിലും തുറന്നു വന്ന് പറയണം, ആരൊക്കെയാണെന്ന് പറയണം. ഇതാണ് എന്നോട് ചോദിച്ചാൽ ഈ വിഷയത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ല, ഒരു അഖിൽ എന്നുള്ള ഒരാൾക്ക് ഇതിനകത്ത് ഇപ്പം ഓൾറെഡി ഇതിന്റെ ഒരു ഭാഗമാണ്, ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പൊ അഖിലിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം അഖിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയോ, അല്ലെങ്കിൽ അഖിലിന്റെ കൺമുമ്പിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും വന്നു എന്നോ ആർക്കെങ്കിലും പരിചയത്തില് അല്ല, ഫേസ് ചെയ്തതായിട്ട്? ഇത് ആക്ച്വലി കുറെ പേര് ഇങ്ങനെ കാഷ്വലി ഒക്കെ പറയും. അതായത് ചേട്ടാ ഇങ്ങനെ, ഇപ്പൊ ഇതിപ്പം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടും പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ മുൻപ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ സമയത്തും പറയുന്നത് ബിഗ് ബോസിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കുറച്ച് പേര് എന്നോട് പറഞ്ഞു. പിന്നെ അതിനെ ഇടപെട്ട് ചെയ്ത് വളച്ചൊടിച്ച് വേറൊരു വിധത്തിലാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തത്. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇത്തരം പ്രശ്നങ്ങൾ, ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മാധ്യമരംഗത്തില്ലേ എത്രയോ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസുകൾ വന്നേക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസ് മേഖല, അവിടെ എത്രയോ പേർക്കെതിരെ പരാതി വന്നു. ഇത് സമസ്ത മേഖലയിലുള്ള പ്രശ്നമാണ്. സിനിമ ആയതുകൊണ്ട് ഇത് ഒരു വലിയൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതുകൊണ്ട് അവിടേക്ക് എത്തുന്നു എന്നുള്ളതല്ല. ഏത് മേഖലയില്ലാത്തത്? ഇപ്പം നമ്മൾ നിൽക്കുന്ന കേസിൽ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം വന്നു, അതും വാർത്തയായിട്ടുണ്ട്. ഇത് എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആണുള്ളിടത്തും പെണ്ണുള്ളിടത്തും ഈ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് ഇതിനകത്ത് ആരെ മാറ്റി നിർത്തണം, ആർക്കെതിരെ നിയമപരമായിട്ട് നീങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പരാതികളുമായിട്ട് ധൈര്യപൂർവ്വം രംഗത്തെത്തണം. നമുക്ക് അവർക്ക് ധൈര്യം കൊടുക്കാൻ കഴിയണം. ഇപ്പം എനിക്ക് ആകെ പറ്റുന്നത്, ഇപ്പോൾ ഒരാൾ എന്നോടൊരു കാര്യം വിളിച്ച് പറയുമ്പോഴത്തേക്ക് നീ ധൈര്യമായിട്ട് മാകുട്ടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഇതേ എനിക്ക് പറയാൻ പറ്റും. ഇതെനിക്ക് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് പെൺകുട്ടികൾ തന്നെ പറയാം, അല്ലേ വേണ്ട ചേട്ടാ, കേസിനൊന്നും പോണ്ട. അങ്ങനെ 10 പേര് നിശബ്ദരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിരക്കണക്കിന് ആൾക്കാർ നിശബ്ദരാകും. ഓക്കെ. ഇപ്പം ഇതിനകത്ത് തന്നെ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി, നമ്മുടെ ഗവൺമെന്റ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല, പറയുന്നില്ല, പലതും ഇങ്ങനെ ആക്കണു എന്നൊരു സാധനം പറയുന്നുണ്ട്. അഖിലിനെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് വയനാടിന്റെ ഇഷ്യൂന്റെ സമയത്താണേ പോലും കറക്റ്റ് കണക്കുകൾ, അതൊരു സാധാരണ ഒരു എന്താ പറയാ നമ്മുടെ ഒരു വ്യക്തി അറിയേണ്ട കാര്യം മാത്രമാണ് അഖിൽ ചോദിച്ചത്, അല്ലേ? അതും അഖിൽ ചോദിച്ചത് സാധാരണക്കാരനടുത്തല്ല. ഏറ്റവും എല്ലാവരും എന്താ, ചിലർക്ക് പേടിയാണ്. അഖിൽ മുമ്പേ പറഞ്ഞ പോലെ ചിലർക്ക് തുറന്നു പറയാൻ പേടിയായിരിക്കും. പക്ഷെ എല്ലാവരും തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അഖിൽ. പക്ഷെ അഖിലിന് എവിടുന്ന് കിട്ടുന്നു ഇങ്ങനെ ഒരു ധൈര്യം? അല്ലെങ്കിൽ അഖിൽ അന്നും പ്രതികരിച്ചത് മുഖ്യമന്ത്രി പറയണം, എനിക്കിത് അറിയണം എന്നുള്ളതാണ്. ഇപ്പത്തെ ഇതിനകത്തും ആ ഒരു ഇതൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോഴും ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്, ഹേമ കമ്മിറ്റിയുടെ ഇതിലാണെങ്കിലും. എന്താണ് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുമ്പോഴും ഒക്കെ അഖിലിന് എന്താ തോന്നുന്നത്? അല്ല, ഞാനൊരു സെപ്പറേറ്റ് ഇന്റർവ്യൂ വേണമെങ്കിൽ പിന്നീട് തരാം. പക്ഷെ അല്ല സുഭാഷ്, ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ ഒരു കാര്യം ചോദിക്കുന്നത് കാരണം അഖിൽ ഇതിനകത്തെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടും, എന്തുകൊണ്ട് നിങ്ങൾ അഖിലിനെ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ബേസിക്കലി ഒരു വക്കീലാണ്. ഞാനിവിടെ ഹൈക്കോടതിയിലുണ്ടായിരുന്നു, UK-ലും വക്കീലാണ്. അപ്പം അഖില് ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടായത്. പക്ഷെ ഈ ഇഷ്യൂ വന്നു എന്ന് വിചാരിച്ച് എനിക്ക് വന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അത് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അതിനെ. പക്ഷെ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഒരു പ്രോസസ്സ് എപ്പോഴും നല്ലതാണ്. അതായത് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു, ഈ കംപ്ലൈന്റ് ആരെങ്കിലും കേൾക്കുന്നു, അതിനൊരു തീരുമാനം ഉണ്ടാവും. ഇതാണ് ഒരു കംപ്ലൈന്റിങ് പ്രൊസീജിയർ. ഏതിപ്പോൾ ഒരു അസോസിയേഷൻ ആണെങ്കിലും എന്ത് ഓംബുഡ്സ്മാൻ ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു 80% ഇഷ്യൂസും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. അതേസമയത്ത് എനിക്കെതിരെ ഒരാൾ കംപ്ലൈന്റ് ചെയ്യില്ല, ഇനി കംപ്ലൈന്റ് ചെയ്താൽ എനിക്കത് ഒതുക്കാൻ പറ്റും എന്ന് തോന്നുന്നിടത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്കണം. ഓക്കെ, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്താൽ ആരെങ്കിലും അത് കേൾക്കും, ഇത്ര സമയത്തിന് ടൈം ഫ്രെയിം ഉണ്ട്. നോർമലി ഈ ടൈം ഫ്രെയിമിലുള്ള ആരെങ്കിലും കേട്ടാൽ അതിന് എന്തായാലും എല്ലാ അനുകൂലം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. അപ്പൊ ഈ ഒരു കംപ്ലൈന്റിങ് പ്രൊസീജിയർ ഉള്ളത് വളരെ നല്ലതാണ്. അല്ല, ഞാൻ മറ്റൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഇത് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ ആളെ അല്ല ഞാൻ. നമുക്ക് ഇന്നലകളിൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു മാധ്യമങ്ങളിലൂടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പൈസയല്ല, ദുരിതാശ്വാസ നിധി അല്ലെ, മുഖ്യമന്ത്രി കക്കുന്നൊന്നും പിടിക്കുന്നൊന്നും അല്ല ഞാൻ ഒരിടത്തും പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി തന്നെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അപ്പൊ അദ്ദേഹം മോട്ടിക്കുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് ഉത്തരവിടേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി ഉത്തരവിടുന്നത് ഈ ദുരിതാശ്വാസ നിധിയിൽ താഴെത്തട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നുള്ള പരാതി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും അപ്പോൾ ഇത് മുന്നോട്ട് വിടുകയും ചെയ്തു. പക്ഷേ എനിക്കൊരിക്കലും ഒരു കളക്ടർക്കെതിരെയോ ഒരു ചീഫ് സെക്രട്ടറിക്കെതിരെയോ വിഷയം ഉന്നയിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പം നമ്മൾ പരാതിപ്പെടുമ്പം സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കാര്യം അദ്ദേഹത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴേ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരോപണങ്ങൾ എത്തുമ്പോഴേ അതെന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ആരോപണം വരുന്നു അത് ശ്രദ്ധിക്കണമെന്ന് പുള്ളിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിനെതിരെ പറഞ്ഞ്
പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ല, അവരതങ്ങ് കളയും. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തണമെങ്കിൽ അവരെ തന്നെ ടാർഗറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് 3 വീട് വെച്ച് സഹായിക്കാം, ഇപ്രാവശ്യം ദുരിതാശ്വാസി കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ അതിനെ വളച്ചൊടിച്ച് അതായത് 3 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു നന്മ, അതായത് എൻ്റെ കണക്ക് ഇന്നലെ ജസ്റ്റ് ഒരു ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിളായി വരുന്നൊരു ചെറുപ്പക്കാരൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം, ആ ഒരു വലിയ നന്മ കാണാതെ ഇപ്പുറത്തും അവരുടെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറയുന്ന വളരെ ഒരു 10% സാധനത്തെ എടുത്തു വെച്ചിട്ട് നമുക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് തുടങ്ങി. പിന്നെ എനിക്കെതിരെ അറ്റാക്ക് വന്നാൽ ഞാൻ വിടത്തില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞൊരു സാധനം ശരിയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ പിന്നാലെ ഡേറ്റകളുടെ പിന്നാലെ പോകും. അപ്പൊ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് CM മറുപടി പറയും. അതാണ് ആ വിഷയത്തിൽ സംഭവിച്ചത്. പിന്നെ ഇത് രണ്ടിൽ വേറൊരു രസകരമായ സത്യമുണ്ട്. ഗവൺമെന്റിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ ലോകായുക്തയുടെ റിപ്പോർട്ടും ഇതേ കണക്ക് ഒരുപാട് കാലം പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട്. സമാനമായ രീതിയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒരു 5 വർഷത്തോളം തടഞ്ഞു വെച്ചു. അപ്പൊ ഇത് രണ്ടിലും പേരുകൾ പുറത്തു വന്നാൽ പ്രശ്നമാകുമെന്ന് കണ്ട ഘട്ടത്തിലാണ്. അപ്പം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കണമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് സംസാരിക്കുകയല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം ജനനന്മ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ജനങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് പ്രവർത്തിക്കുക, പ്രതിപക്ഷം ശബ്ദങ്ങൾ ഉയർന്നു വരണം. അതൊക്കെ ഇവിടെ സംഭവിക്കണമല്ലോ. അത് അഖിൽമാരാരിലൂടെ ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നു വരണം. ഞാൻ ചിലപ്പോൾ ഒരു തുടക്കമാവും. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ബഹളം വെച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പം വലിയൊരു ശബ്ദം ഉയർന്നു വന്നിട്ടല്ലേ. കേരള മുഖ്യമന്ത്രി സാധാരണ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും മറ്റുമൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോഴും മിണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ വന്നപ്പോഴും പലപ്പോഴും മിണ്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനൊരു വിഷയം ജനങ്ങൾ, അതായത് ഇവിടുത്തെ ഒരു വരും തലമുറ അത് ഏറ്റെടുക്കുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ മറുപടി പറയാൻ വലിയ മാന്യത കാണിച്ചു. ഞാൻ അങ്ങനെ 1 ലക്ഷം രൂപയും കൊടുത്തു. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മുഖ്യമന്ത്രി അവിടെ രാജാവിനെ പോലെ പെരുമാറിയില്ല. അദ്ദേഹം ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ നാളെ വീണ്ടും പ്രശ്നങ്ങൾ, അപ്പൊ ഇവർക്ക് കൂടുതൽ ഇങ്ങനെ ഈ സിസ്റ്റം ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം അഖിൽ പറഞ്ഞ പോലെ അഖിൽ പറഞ്ഞു ഇങ്ങനെ 3 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ അവസാനം അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും അതിനെ ഇത് ഏറ്റെടുത്ത് പിന്നെ അവസാനം അവിടെ അഖിൽ പെട്ടുപോയി എന്ന് തോന്നിയോ? അല്ല, അതിനകത്തൊരു ചെറിയ പ്രശ്നം വന്നുള്ളൂ. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഇപ്പൊ 3 വീട് വെക്കാനുള്ള ഫിനാൻഷ്യൽ സാമ്പത്തിക ശേഷിയൊന്നും നമുക്ക് വ്യക്തിപരമായിട്ടില്ല. അപ്പൊ എന്റെ നാട്ടിൽ, അതായത് ഞാൻ വിചാരിച്ചത് ഈ ഇത്രയും ദുരന്തം നടന്നൊരു പ്രദേശത്ത് നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ ആ ഒരു മാനസികാവസ്ഥ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിന് 40 സെന്റ് സ്ഥലം അവൻ്റെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വസ്തു അവിടെ ഫ്രീ ആയിട്ട് കിട്ടി. എൻ്റെ തന്നെ വീടൊക്കെ വെച്ച ആർക്കിടെക്ട് പുള്ളി പറഞ്ഞു പുള്ളി ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ബിൽഡേഴ്സ്, സിമെന്റ് കട്ടക്കാർ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അപ്പം അവിടെ എനിക്ക് ഒരു വീട് വെക്കുന്ന പൈസക്ക് 3 വീട് വെക്കാൻ പറ്റും. അതാണ് ആദ്യം എഴുതിയത്. പിന്നെ ഉടനെ അതിനെ പൈസ പിരിക്കും. ഞാൻ ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ വയനാട്ടിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദുബായിൽ നമ്മുടെ ഒരു കമ്പനിയുടെ ഓണറും പുള്ളിയും പറഞ്ഞു ചെയ്തു കൊടുക്കാം, നമുക്ക് ഞാനും കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അത് നമുക്കിപ്പോൾ എപ്പോഴും ഞാനത് ഈ പ്രശ്നങ്ങൾ ഒതുങ്ങി കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടും. ഇപ്പോൾ ഒരുപാട് പേര് വന്നു, 500-300 ചില്ലുവാനും പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ 1000-ഓളം വീട് നമ്മളിരിക്കുന്നത് ക്രൗൺ പാസിലല്ലേ. അദ്ദേഹത്തിന്റെ ഓണർ 50 വീട് വെച്ച് കൊടുക്കാന്ന് ഇവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നു. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. എന്നാലും ഇത്തരത്തില് തന്റെ മുന്നിൽ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഇങ്ങനെ പറയാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ബിഗ് ബോസിൽ പോയി അവിടുന്ന് വിൻ ചെയ്ത് വന്നതിന് ശേഷമാണ് എല്ലാവരും അഖിൽ ഇത്ര അധികം സംസാരിക്കുന്നത്, കാണുന്നതും അറിയുന്നതും, ഇത്രയായിട്ട് ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റുന്നത്. അഖിലിന് എന്താ തോന്നുന്നത്? പണ്ടേ അഖിൽ ഇങ്ങനെ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് ഈ ചോദ്യം സ്റ്റോപ്പ് ചെയ്തേക്കുക. പിന്നെ അത് ആക്ച്വലി ഞാൻ പണ്ടേ പറയുന്നുണ്ട്, എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോന്നാണ്. ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെയാണ്, പക്ഷെ അന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരില്ലല്ലോ. ഇപ്പം നമുക്ക്, അതായത് ഞാൻ എന്തെല്ലാം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്തേക്കുന്നു, എന്തെല്ലാം വിഷയങ്ങൾക്കെതിരെ കേസിന് പോയേക്കുന്നു, വൻകിട കമ്പനികൾക്കെതിരെയൊക്കെ ഞാൻ പണ്ട് കേസിന് പോയിട്ടുള്ളത്. ഇന്ന് ഞാൻ പേര് പറയാത്തത് വേണ്ട, നിങ്ങൾക്ക് ചാനലിനെ ബാധിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഞാൻ പണ്ട് 2015 ഞാൻ കേസിന് ഒരു കമ്പനി, അത് 2021 അത് വലിയ വിഷയം. ഇന്ത്യയിൽ തന്നെ ആ കമ്പനിയെ ബാൻ ചെയ്യുന്ന ലെവലിലേക്ക് ഞാൻ അന്ന് ഉന്നയിച്ച വിഷയം. എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ട സാധനത്തിന് പിന്നാലെ പോയതാ. പക്ഷെ അന്ന് ഇതൊന്നും ആരും കാണുന്നില്ല. വളരെ കുറച്ച് കാണുന്നുണ്ട്, വളരെ കുറച്ച് പേര് കാണുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇതാണ്, നമ്മുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, നമ്മൾ പറയുന്നതിനകത്തൊരു നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കും. പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിലും സത്യം ഉണ്ടെങ്കിലും പിന്നെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് എന്നാണ്. കാരണം അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അതൊക്കെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, നമുക്കൊരു ധൈര്യം തോന്നുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നമ്മളൊരു കാര്യം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കും ഇതുപോലത്തെ കുറേ അനുഭവങ്ങളുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് പറയുകയാണെങ്കിൽ, വിശ്വസിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ആ ധൈര്യം നമുക്ക് ഉള്ളിൽ നിന്ന് വരും. നമുക്ക് എനിക്ക് തോന്നുന്നില്ല ആരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന്. അത് പക്ഷേ നമുക്ക് അങ്ങനെ കുറേ സാഹചര്യങ്ങളും എല്ലാം
ഒത്തുവരും. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, നമുക്ക് അതെ, ശരിയെന്ന് എല്ലാവരും തോന്നുന്നതും. ഇപ്പം അദ്ദേഹം ആയാലും ആരായാലും ഇവരൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് പൈസക്കാരായി വന്നവരൊന്നും അല്ല. അതെ, ഇതൊക്കെ എല്ലാവരുടെയും ഒരു ഇന്നലകളിൽ ഒരു ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. അത് തീർച്ചയായും. കാണുന്നില്ല. ഞാൻ തമാശക്ക് പറയും, ബുർജ് ഖലീഫയുടെ അടിയിലോട്ട് കിടക്കുന്ന ബേസ് ആരും കാണുന്നില്ല. മറ്റേ നിവിൻ പോളി പറഞ്ഞാല് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴി വഴി തെളിച്ച് വെച്ച് വന്നവനാണ് ഞാൻ. പിന്നെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുമ്പോൾ അതിന്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടും. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ കൊച്ചിക്കാർക്ക് മാത്രമാണോ ഇതുമായിട്ട് ടൈപ്പ് ചെയ്ത് ഏതൊക്കെ എവിടെ നിന്നൊക്കെ ഉള്ളവരാണ് ഇപ്പം നിലവിൽ, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ്? അല്ല, നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് വന്നിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഓപ്ഷൻ ചെയ്ത് വിളിക്കുകയാണ് ഓ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ്. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള, ഇപ്പൊ കോട്ടയത്ത് നിന്നുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലമുണ്ട്, ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പ്ലേയേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഓപ്ഷൻ പോലെ തന്നെയായിരുന്നു നിങ്ങൾ ഓരോ ടീമിലേക്കും ഓരോരുത്തരെ വിളിച്ചത്? ഇപ്പൊ തന്നെ ഞങ്ങളുടെ ടീമിൽ ഏകദേശം 2-3 പേര് UK വന്ന സമ്മറിൽ അവര് കൗണ്ടി ക്രിക്കറ്റ് കളി, ലീഗ് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ പിള്ളേർക്ക് UK വരാനും ഈ സമ്മറിന്റെ സമയത്ത് അവർക്ക് അവിടെ നല്ല പേയ്മെന്റ് ആണ്. ഏകദേശം 2-2.5 ലക്ഷം രൂപ മാസം കിട്ടുന്ന ഒരു സീസണിലല്ല, ഒരു മാസം. അപ്പൊ ആ രീതിയിൽ അവർക്ക് കുറെ പിള്ളേർക്ക് ഇനി വരാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആവും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു റവന്യൂ സ്ട്രീമാന്ന് കാണുമ്പം ഈ നന്നായിട്ട് കളിക്കുന്ന സ്കൂളിലൊക്കെ കളിക്കുന്ന പിള്ളേരുടെ പാരന്റ്സിന് ഓക്കെ, ഇതൊരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ ഇതിൽ പോയാൽ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ പോയാലും ജീവിക്കാൻ പറ്റും എന്നൊരു തോന്നൽ വരുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇംപ്രൂവ് ആവും. ഓക്കെ, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കും അവരുടെ കുട്ടികളെ ഇതേപോലെ വിടണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് അവര് നമ്മുടെ KCL മെമ്പർ ആവുക, അതിന് വേണ്ടിയിട്ട് കളിക്കുക, അതിന്റെ ഒരു ഇതും കൂടെ സുഭാഷ് ഒന്ന് ക്ലിയർ ആക്കി പറയാമോ? ഇപ്പം ഇപ്പോഴത്തെ നമ്മൾ ഇത് പയ്യെ പയ്യെ ആയിരിക്കും വരുന്നത്, എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇതിന് എവരി ഇയർ നടക്കുവോ ഇതിന്റെ മാച്ചും കാര്യങ്ങളും ആണ് അല്ലേ? അപ്പൊ അടുത്ത വർഷത്തേക്ക് എന്റെ മോനെയും വിടണം എന്നുണ്ടെങ്കിൽ ആ പാരന്റ് ചെയ്യേണ്ട പ്രോസസ് എങ്ങനെയായിരിക്കും? അപ്പൊ അവരിപ്പോ നോർമലി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കോളേജ് ആണെങ്കിൽ അവിടെ ഒരു ടീം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ക്ലബ്ബ് ഉണ്ടാവും പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന, ആ ക്ലബിലേക്ക് വരിക. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ ക്ലബ്സുമായിട്ടും സ്കൂളുകളുമായിട്ടും ഒക്കെ ടൈപ്പ് ആവാൻ പോവാണ്. അപ്പൊ അതുവഴി ഇവർക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിക്ട്, പിന്നെ ലീഗ്സ്, ഇതെല്ലാം ഒത്തിരി ടൂർണമെന്റ്സ് എല്ലാം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം വഴി KCL അവർക്ക് പയ്യെ കയറാം. അപ്പൊ ആ റൂട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർക്ക് കയറി വരാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് മാത്രമല്ല, ഇപ്പൊ ഈ 1983 അല്ലേ ആ സിനിമ, 1983 ആ സിനിമ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഒരു പ്രായമായ ഒരാള് ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുവരെ നാണക്കേടായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കും ഇനി ഒരു അവസരമാണിത് എൻഗേജ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത് വന്ന് കാണാനും. അല്ലെങ്കിൽ ഇത് വന്ന് കാണുന്ന നാണക്കേട് എന്തോ മോശം പണിക്ക് പോകുന്ന ഒരു ഫീലല്ലേ. ഇപ്പം ഒരുപാട് ഇപ്പോഴത്തെ ഒരു 40-45 വയസ്സുള്ള എല്ലാ രക്ഷകർത്താക്കളും ക്രിക്കറ്റ് കൊണ്ട് നടന്നവരായിരിക്കും കുട്ടിക്കാലത്ത്. ഇനി ഇതിപ്പോ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഒരുപാട് ഇപ്പൊ ആൺകുട്ടികൾ മാത്രമല്ല, എനിക്ക് തന്നെ അറിയാവുന്ന എത്രയോ പെൺകുട്ടികൾക്ക് ഇപ്പൊ ക്രിക്കറ്റിനോട് ഈ അച്ഛന്മാരുടെ ഭ്രാന്തൊക്കെ കണ്ടിട്ടും കൂടെയൊക്കെ ആയിരിക്കും. ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 2-3 പ്ലേയേഴ്സ് കേരളത്തിന്റെ. അതെ, അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നത്, ഇന്നിപ്പം പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറ ഒട്ടോളിപ്പറമ്പിൽ തന്നെ പെൺകുട്ടികളുടെ ടീം അവരുടെ വാശിയേറെ മത്സരം കാണണം. അപ്പൊ നിങ്ങളുടെ പോലെ ഇങ്ങനത്തെ ഒരു ലീഗും ഇതിനകത്തും അവർക്കുള്ള സ്പേസും കൂടെ എത്രത്തോളം ഉണ്ട്? ഞങ്ങളിപ്പോ എയർ റഹ്മാന്റെ ഒരു തീം മ്യൂസിക് ആണ് ഞങ്ങളുടെ ആന്തം വരുന്നത്. അപ്പൊ അതിന്റെ കഴിഞ്ഞ ദിവസം അതിന്റെ എഡിറ്റിംഗ് നടക്കുമായിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ കണ്ട വഴിക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ, ഇതിലെല്ലാം ആൺകുട്ടികളിലാണ്. എനിക്ക് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന 1-2 ഇത് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മിന്നുമണിയും അവർ രണ്ടുപേരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ രണ്ടുപേരും ഇപ്പൊ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ഞങ്ങളുടെ ടീമിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. കാരണം UK അവിടെ ഈ ലീഗ് കളിക്കുക എന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങൾ മാത്രമല്ല, മിക്ക ടീമിലും, അതായത് ഒരു 9th ഡിവിഷൻ അല്ല, ഒരു 3rd ഡിവിഷൻ തൊട്ട് താഴോട്ട് വരുന്ന എല്ലാ ഗെയിംസിലും പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ചാണ് കളിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഈ ഇല്ല. അവിടെ ഇപ്പം 2 പേര്, ഇപ്പൊ ഒരു ടീമിൽ 10 പേരിൽ ചിലപ്പോൾ 4 പേര് പെണ്ണുങ്ങളായിരിക്കും, 4 പേര് ബാക്കി. അതെ, അങ്ങനെ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ഇപ്പൊ ഈ ലോവർ ലെവൽ ലീഗില് ചിലപ്പോൾ 11 പെണ്ണുങ്ങളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഗെയിമാണ്. അവിടെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് കളിപ്പിക്കാൻ ഉള്ള അവസരങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ അടുത്ത ഹേമ കമ്മീഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു കംപ്ലൈനിങ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റോട് പറയാനുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ കേരളം എടുത്ത ഏകദേശം 3 എയർപോർട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു 14 സ്റ്റേഡിയം എങ്കിലും എല്ലാ ജില്ലയിലുമായിട്ട് ഒരെണ്ണമെങ്കിലും വേണം.
അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ പറഞ്ഞു, ധോണിനെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ടീമിൽ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇവിടെയും കൂടെ ഒരു സപ്പോർട്ട് തരണം. ഞങ്ങൾ അതിന് മാക്സിമം ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു വൻ വിജയമാക്കി മാറ്റാം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് സുഭാഷ്, അഖിൽ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.